ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈറ്റിലും തമ്പനയിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം എടുത്തിട്ടുള്ള വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്രയ്ക്ക് പോയ സമയത്ത് മൂന്നാറിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, സ്പൈസസ് ഗാർഡനിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു വന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ഏലക്കയും ഇതുപോലെ ബേ ലീഫ്, ബിരിയാണി ഇല, പട്ട, ഇതിങ്ങനെ റോൾഡ് പട്ടയാണ്. ഇതിൻ്റെ 2 ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നേ. ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട്, സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട്. ഇത് ഫസ്റ്റ് ക്വാളിറ്റിയാണ്. സെക്കൻഡ് ക്വാളിറ്റി വരുന്നത് ഇതിൻ്റെ മേലെ ഭാഗത്ത് വരുന്ന മരത്തിൻ്റെ തൊലിയാണ്. ഇത് അകത്തോട്ടുള്ളതാണ്. ഇത് കുറച്ചും കൂടി നല്ല മണവും നല്ല സ്പൈസി ആയിരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൽ തന്നെ പപ്പടം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേറൊരു ഷോപ്പിൽ നിന്നാണ് എടുത്തത്. പിന്നെ നമ്മുടെ സ്പൈസസ് ഗാർഡനിൽ നിന്ന് തന്നെ ഞാൻ ഇടയ്ക്ക് കാണിച്ചത് മുൾട്ടാന മിട്ടിയുടെ ഹോം മെയ്ഡ് സോപ്പും രാമച്ചാണ്, നമുക്ക് കുളിക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കറുത്ത കുരുമുളക് ഉണ്ടല്ലോ, അതും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എക്കോ പാർക്കിൽ പോയപ്പോഴത്തേക്കും അവിടെ ഒരു ഷോപ്പിംഗ് ചെയ്തു എന്ന്. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള ഈ ഒരു കഥകളിയുടെ ഒരു ഫേസ് ആണ് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല റേറ്റ് കൂടുതലായിരുന്നു വലുതിനൊക്കെ. അപ്പം ഞാൻ ആദ്യം എടുത്തത് വലുതാണ്. അപ്പോൾ അത് 1000 ആ ഒരു റേഞ്ചിനായിരുന്നു. ഇത് 250 മറ്റോ ആയിട്ടുള്ളൂ. പിന്നെ അത് ഈ ഒരു 2 താറാവിൻ്റെ അരയന്നത്തിൻ്റെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും യാത്ര പോകുന്ന സമയത്ത് ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിക്കാറുണ്ട്. അപ്പോൾ മൂന്നാറിൻ്റെ ഒരെണ്ണം കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഈ അരയന്നം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആദ്യം ഒരു വലിയൊരു കഥകളിയുടെ ഫേസാണ് എടുത്തത്. അപ്പോൾ അത് കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് പിന്നീട് നോക്കിയപ്പോഴത്തേക്കാണ് കാണുന്നത് ചെറുതുണ്ടായിരുന്നു. പിന്നെ അത് തിരിച്ചു കൊടുത്തിട്ട് അതേ റേറ്റിന് തന്നെ ഇതുപോലെ ചെറിയ ഐറ്റംസ് എടുക്കുകയാണ് ചെയ്തത്. തിരികെ നമ്മൾ വന്നത് ഫ്രൈഡേ കയറി സാറ്റർഡേ നമ്മളിവിടെ എത്തുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് സൺഡേ ആയപ്പോഴത്തേക്കും ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി. അപ്പം നമ്മുടെ ഈ സർവമായ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടല്ലോ, അത് കണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് മൺഡേ ആണ് വീഡിയോ എടുത്തിട്ടുള്ളത്. 2-3 ദിവസം നല്ല ക്ഷീണമായിരുന്നു കേട്ടോ. നമ്മൾ ഇത്രയും യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മെയിനായിട്ട് കോൾഡും ചുമയും ഇത് രണ്ടും മാറുന്നേ ഇല്ല. ഇപ്പോഴും ഉണ്ട്. ആമിക്കും നല്ല പനിയൊക്കെ ആയി. പിന്നെ എനിക്ക് പിന്നെ ഇവിടുന്ന് പോയപ്പോഴും പ്രശ്നമായി, അവിടെ വെച്ചും പ്രശ്നമായിരുന്നു കേട്ടോ. തിരിച്ച് വന്ന് ഒന്ന് സെറ്റ് ആവാനായിട്ട് 2-3 ദിവസം എടുത്തായിരുന്നു. അതിപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് യാത്ര പോയിട്ട് വരുമ്പോൾ പൊതുവിലുണ്ടാകുന്നതാണല്ലോ. അത് മാത്രമല്ല കൂടുതൽ നമ്മൾ പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിച്ചിരുന്നല്ലോ. അതും പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ച് എല്ലായിടത്തും പനിയാണെന്നറിയാം. അപ്പോൾ എൻ്റെ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് വരും പോവും, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ ചുമ ഭയങ്കരമായിട്ടുണ്ട്. അത് ഇങ്ങനെ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാനവിടെ സ്പൈസസ് ഗാർഡനിൽ നിന്ന് ഒരു മരുന്ന് മേടിച്ചിട്ടുണ്ട് ചുമയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ പുറത്തൊക്കെ നമ്മളിങ്ങനെ പോയിട്ട് വരുമ്പോഴത്തേക്ക് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മുടെ വീടൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടാണല്ലേ. എനിക്ക് അങ്ങനെയാണ്. അങ്ങനെ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നാട്ടിലൊക്കെ പോയിട്ട് വന്നാൽ പോലും അങ്ങനെ പെട്ടെന്ന് ഞാനങ്ങനെ വീട്ടിലെ പണികൾ ചെയ്യാനായിട്ട് നിൽക്കത്തില്ല കേട്ടോ. പിന്നെ ഒന്ന് സെറ്റായി വരുന്നവരേക്കും 1-2 ദിവസം എടുക്കും. അത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ വീട്ടിലെ പണികളൊക്കെ ചെയ്യത്തുള്ളൂ. മെയിനായിട്ട് വീട് നല്ല ഡസ്റ്റ് ആയിരിക്കും. പിന്നെ എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്ത് എടുക്കാനൊക്കെ ഒന്ന് ടൈം വേണം. പിന്നെ ആമയ്ക്ക് മൺഡേ മുതൽ സ്കൂളും സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കിംഗ് ചെയ്യാതിരിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ നമ്മൾ വന്നതിന് ശേഷമാണ് വെജിറ്റബിൾസ് എല്ലാം മേടിച്ച് എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ആ മോളെ സ്കൂളിൽ വിടുന്നതുകൊണ്ട് രാവിലെ എഴുന്നേറ്റേ പറ്റത്തുള്ളായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ യാത്രയൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് തന്നെ ആയിരിക്കും ബുദ്ധിമുട്ടല്ലേ. അപ്പം എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. പിന്നെ വീട് ആകെ ഒന്ന് മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഇടുന്നത് വരയ്ക്കും എനിക്കൊരു സമാധാനമേ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ കണ്ടില്ലേ, ഇതിനകത്ത് ഞാൻ എന്തായാലും ഈ ട്രീ ഇങ്ങനെ എടുത്ത് മാറ്റാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് അടിയിലിരിക്കുന്ന ഒരു ലൈറ്റ് വരുന്ന പോർഷൻ ഞാൻ പറഞ്ഞില്ലേ, ഉടഞ്ഞു പോയതാണ് നമുക്ക് കിട്ടിയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അത് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും എടുത്ത് മാറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക് ആണ്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ക്രിസ്മസ് ട്രീ ഇങ്ങനെ തന്നെ ഇവിടെ ഇരിക്കട്ടെ. ഇതിനകത്തിരിക്കുന്ന ഈ ഒരു ഇതിൻ്റെ ഓർണമെൻറ്റ്സ് ഉണ്ടല്ലോ, സ്റ്റാറും ബെല്ലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ല, അതൊക്കെ എടുത്ത് മാറ്റാം. അതൊക്കെ എടുത്ത് ഞാൻ കൈയോടെ തന്നെ ഒരു കവറിലിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ യൂസ് ചെയ്ത സാധനങ്ങളൊന്നും കാണാനില്ല കേട്ടോ. എവിടേക്ക് പോയി, കുറേയൊക്കെ ആമി നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് ചെറുതായിരുന്നു. അപ്പോൾ അതൊരു 5-6 വർഷം മുന്നേ മേടിച്ചതാണ്. ഇതിപ്പോൾ ഫ്രഷ് ആയിട്ട് പുതുതായിട്ട് മേടിച്ചുകൊണ്ട് എന്തായാലും കളയാതെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഞ്ഞിയാണ് കുടിക്കുന്നത് കേട്ടോ. കഞ്ഞി നല്ല ചൂട് കഞ്ഞിയാണത്. അതിനകത്ത് കുറച്ച് തൈരാണ് ഞാൻ മിക്സ് ചെയ്തേക്കുന്നത്. പിന്നെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഓട്സ് ആണ് കൊടുത്തത്. ആമിക്ക് രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്തു, അവളങ്ങനെ സ്കൂളിൽ പോയി. പിന്നെ നമ്മൾ ഈ ഒരു മുളക് ഉപ്പിലിട്ടതുണ്ടല്ലോ, ഇത് നമ്മൾ പൈൻ ഫോറസ്റ്റിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതും കൂട്ടിയാണ് കഞ്ഞി കുടിക്കുന്നത്.
പിന്നെ ഞാൻ എന്തായാലും 2026 ജേണൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷവും ഞാൻ ജേണൽ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ഡയറികൾ ഇരിപ്പുണ്ട്, കൊച്ചു കൊച്ചു ഡയറികൾ ഇരിക്കുന്നത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ എൻ്റെ ഹാപ്പിനെസ്സസ് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് എഴുതിയിട്ടില്ലായിരുന്നേ കഴിഞ്ഞ വർഷം, ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകും അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ വർഷമെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് കറക്റ്റായിട്ട് എഴുതണമെന്നാണ് ആഗ്രഹം. പിന്നെ ആ ഒരു ബ്ലാക്ക് ഡയറി ഉണ്ട്, അത് ഞങ്ങൾ വീട് വെച്ച സമയത്ത് അതിലെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചതും പിന്നെ എപ്പോഴാണ് വീട് പണി സ്റ്റാർട്ട് ചെയ്തത് എൻഡ് ചെയ്തതുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എഴുതിയിരിക്കുന്നതാണ്. അതെനിക്ക് നല്ലൊരു മെമ്മറി ഉള്ളൊരു ഡയറിയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ കളയത്തേയില്ല. പിന്നെ കാണിച്ച ഡയറി എൻ്റെ 2025 ഡയറിയാണ്. എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ് എഴുതുന്നത് എപ്പോഴും. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനായിട്ട് വിട്ടുപോയിട്ട് പിന്നെ ഞാനതിൽ നിങ്ങളുടെ കമൻസിൽ കോണ്ടൻറ്റൊക്കെയാണ് എഴുതി വെക്കുന്നത് കേട്ടോ. ഓരോ വീഡിയോയിൽ എന്തൊക്കെ ചെയ്യണം, എന്തിനെക്കുറിച്ച് സംസാരിക്കണം എന്നൊക്കെ ഉള്ളതായിപ്പോയി. പക്ഷെ 2026 ഈ ഡയറിയിൽ എന്തായാലും വേറൊന്നും എഴുതാതെ ഗ്രാറ്റിറ്റ്യൂഡ് മാത്രം എഴുതണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ കിടക്കുന്നതിന് മുന്നേ രാത്രി എപ്പോഴെങ്കിലും ഒരു 2-3 മിനിറ്റ് മതി, ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്ക് ഉള്ള ബ്ലെസ്സിങ്സിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് നമ്മുടെ ഉള്ളിലെ വിഷമങ്ങൾ മാറും. നമ്മൾ മനുഷ്യന്മാർക്ക് അങ്ങനെയാണല്ലേ, എന്തുണ്ടെങ്കിലും ഒന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ അനുഗ്രഹങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കുന്നത് നല്ലതാണ്. അത് ഡെയിലി നമ്മൾ ഒരിടത്ത് എഴുതി വെക്കുവാണെങ്കിൽ നമ്മൾ എത്രമാത്രം ബ്ലെസ്ഡ് ആണെന്ന് അറിയാൻ പറ്റും അല്ലേ. നമുക്കുള്ള സങ്കടങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യാതെ നമുക്കുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് അതിൽ നമ്മൾ സന്തോഷം കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയൊരു കാര്യം. കഴിഞ്ഞ ഈ ഒരു വർഷം ഞാനിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിയതിന് ശേഷം എനിക്ക് മനസ്സിന് ഒരുപാട് സന്തോഷവും സമാധാനവും തോന്നിയിട്ടുണ്ട്. എത്ര ടഫായിട്ടുള്ളൊരു സിറ്റുവേഷനിലും ഞാൻ എൻ്റെ ഡയറി എടുത്ത് ഇങ്ങനെ എഴുതും. അതുപോലെ തന്നെ എന്തെങ്കിലും എനിക്ക് ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം വരുമല്ലോ, ചില സമയത്ത് നമുക്ക് ആരോടും പറയാൻ പറ്റത്തില്ല. എത്രയൊക്കെ നമ്മൾ ആരോടൊക്കെ ഷെയർ ചെയ്താലും അവരത് മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഡയറി എടുത്ത്, നമ്മുടെ ഡയറി ഒരിക്കലും മറ്റൊരാളെ കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം അത് നമ്മുടെ ഇമോഷൻസ് ആയിരിക്കും അല്ലേ അതിൽ മുഴുവനും എഴുതി വെച്ചേക്കുന്നത്. നമ്മുടെ മനസാക്ഷിയും മനസ്സുമായിരിക്കണം നമ്മുടെ ഡയറി. അപ്പോൾ അതിനകത്ത് നമുക്ക് എഴുതാനുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് ഞാൻ ചെയ്യുന്നത്, അതായത് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വിഷമമുള്ള കാര്യങ്ങൾ ഞാനിതുപോലെ ഡയറി എഴുതിയിട്ട് എല്ലാ ഇമോഷൻസും എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു പേപ്പർ വലിച്ച് കീറി കൊണ്ടുപോയി കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അത്രയും വലിയൊരു ഭാരം ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനുഷ്യരോട് നമുക്കെല്ലാം പറയാൻ പറ്റിയെന്ന് വരത്തില്ലല്ലേ. ഇന്നത്തെ കാലത്ത് നമുക്ക് ആരെയും വിശ്വസിച്ച് ഒന്നും പറയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നല്ലൊരു സുഹൃത്തായി ഇരിക്കാനും നമുക്ക് നല്ലൊരു സുഹൃത്ത് ഉണ്ടാവാനും ഒക്കെ ഏറ്റവും ഭാഗ്യം ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം മറ്റൊരാളോട് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൂന്നാമതൊരാളോട് പറയില്ല എന്ന് എന്താണ് ഉറപ്പല്ലേ. ഇങ്ങനെ നമ്മളൊരു ഡയറി എഴുതുന്നൊരു ശീലം നമുക്കുണ്ടെങ്കിൽ നമുക്കത് എഴുതി വെച്ചിട്ട് അത് നമുക്ക് ആരും കാണാതെ കത്തിച്ച് കളയാം. അപ്പോൾ അതോടുകൂടി നമ്മുടെ മനസ്സിലെ ഭാരം ഇറങ്ങിപ്പോവും. പക്ഷേ മനുഷ്യരോട് പറഞ്ഞാൽ അവർ നമ്മളെ ചതിക്കില്ല എന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ലല്ലേ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ എന്തായാലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കോളൂ. ഞാനത് ട്രൈ ചെയ്ത് 1 വർഷം മുഴുവനും ഞാനത് ചെയ്ത് സക്സസ് ആയി. എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഡയറി എഴുതുന്നൊരു ശീലം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റ് അല്ല. പക്ഷേ എന്നാലും ആ ഒരു ശീലം നമ്മളിൽ പലരും, പ്രത്യേകിച്ച് 90s കിഡ്സൊക്കെ ഒരുപാട് ഡയറി എഴുതുന്ന ശീലമുള്ള ആളുകളായിരിക്കാം. അപ്പോൾ നമ്മളത് പിന്നീട് വിട്ടുപോകുമല്ലേ. പ്രത്യേകിച്ച് നമ്മൾ വീട്ടമ്മമാരായി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുട്ടികളും പ്രാരാബ്ധങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ അങ്ങ് മറക്കുമല്ലേ. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാനായിട്ട് ഈ ഒരു ഡയറി എഴുത്ത് വളരെയധികം സഹായിക്കും. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. പിന്നെ ന്യൂ ഇയർ കഴിഞ്ഞ് അവിടുത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വന്നപ്പോൾ എന്നെ കാത്തിരുന്നത് ഏറ്റവും വിഷമമുള്ളൊരു വാർത്തയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ അമ്മാവൻ മരണപ്പെട്ടു പോയി. അപ്പോൾ അതിൻ്റെ ഒരു ദുഃഖത്തിലുമാണ് ഞങ്ങൾ. അപ്പോൾ നമുക്ക് പോകാനോ ഒന്നും പറ്റിയിട്ടില്ല. അതിൻ്റെതായ മാനസികമായ വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ നമ്മുടെ ഏത് ടഫ് സിറ്റുവേഷനിലും നമുക്ക് ഏത് പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരനെ പോലെ നമുക്ക് ഏറ്റവും താങ്ങായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു ഡയറി എഴുത്തായിരിക്കും. പിന്നെ നിങ്ങളിൽ എത്ര പേരാണ് ജേണൽ എഴുതുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എന്നോട് ഒരു കുട്ടി ചോദിച്ചിരുന്നു ഇതുപോലെ ജേണൽ എഴുതുന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോൾ ജേണൽ ഞാൻ എഴുതുന്നത് പറഞ്ഞില്ലേ, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ് എഴുതാറുള്ളത്. അല്ലാതെ ഉള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെക്കാറില്ല. പിന്നെ ഏറ്റവും നല്ല ഹാപ്പി മൊമെൻ്റ് ഉണ്ടല്ലോ നമുക്കിപ്പോൾ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, നമ്മൾ ഓരോ മൈൽ സ്റ്റോൺ ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന
അങ്ങനത്തെ കാര്യങ്ങൾ എഴുതി വെക്കും. പിന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന കൊച്ചു കൊച്ചു നല്ല മൊമെന്റ്സ്, ഇപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ആയിരിക്കാം, ചിലപ്പോൾ മോളുടെ ബർത്ത്ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ നമ്മുടെ വെഡ്ഡിങ് ഡേയോ, അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അന്നത്തെ ദിവസം നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന ദിവസമായിരിക്കുമല്ലോ. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാറേ ഉള്ളൂ. അല്ലാതെ വിശദമായിട്ടൊന്നും എല്ലാ കാര്യങ്ങളും എഴുതാറില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡയറി എഴുതിയപ്പോൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഒരു മടുപ്പ് തോന്നി. കാരണം എനിക്ക് എഴുതാൻ അത്ര ഇഷ്ടമുള്ള ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് കുറച്ച് ബുദ്ധിമുട്ടായ കാരണം കൊണ്ട് പിന്നെ ഞാനത് എഴുത്ത് ഒരുപാട് വലിച്ചു വരെ എഴുതുന്നത് നിർത്തി. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡിലോട്ടേക്ക് മാറുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഗോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഡയറിയിൽ എഴുതി വെക്കാം. പിന്നെ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വിഷ്വൽ ബോർഡൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് കഴിഞ്ഞ വർഷം ഇതുപോലെ ഐശ്വര്യയാണ് ചോദിച്ചിരുന്നത് വിഷ്വൽ ബോർഡല്ല വിഷൻ ബോർഡ് ചെയ്യുന്നതിനെ കുറിച്ച് ചെയ്യാറുണ്ടോ, ചെയ്യുന്നെങ്കിൽ വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ ഇതുവരെയും അത് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഗോൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാനത് ഡയറിയിൽ എഴുതി വെക്കാറുണ്ട്. എന്നിട്ട് അത് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ കുറേ ഗോൾസ് എഴുതി വെച്ചിരുന്നു. അതിലൊരു 60% കാര്യങ്ങൾ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ നടന്ന കാര്യങ്ങളും ഉണ്ട്. അന്ന് എഴുതി വെച്ചതിൽ നടക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും ഈ വർഷവും ഫോക്കസ് ചെയ്യും. ഞാൻ ഈ ഒരു ലാസ്റ്റ് ടൈമിലാണല്ലോ ബോട്ടോക്സ് ചെയ്തതും ഹെയർ കളർ ചെയ്തതും ഒക്കെ. അപ്പോൾ അതൊക്കെ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഗോൾസൊക്കെ എഴുതുമ്പോഴും നമ്മുടെ ഡയറി എഴുതുമ്പോഴും ഒക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ നല്ല കാര്യങ്ങൾ സംഭവിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് എഴുതി വെക്കാം. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിനെ കുറച്ചും കൂടി ബോൾഡാക്കാനും ശക്തമാക്കാനും ഒക്കെ നമ്മുടെ ഈ ഡയറി എഴുത്ത് ഒരുപാട് സഹായിക്കും. പിന്നെ ഇന്നാണ് നമ്മുടെ ഈ ഒരു സോഫ വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ സോഫ കം ബെഡാണ് മേടിച്ചേക്കുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് വലിച്ചിങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് ബോക്സസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡൽ മനഃപൂർവ്വം എടുത്തതാണ്. കാരണം നാട്ടിൽ നിന്നൊക്കെ അച്ഛനും അമ്മയൊക്കെ വന്നാൽ അവർക്ക് കിടക്കാനായിട്ടൊരു സ്പേസ് ഇല്ലായിരുന്നു കേട്ടോ. ചെറിയ റൂമിൽ രണ്ടുപേർക്കും കൂടി ഡബിൾ ബെഡ് ആയ കാരണം കൊണ്ട് ബുദ്ധിമുട്ടാണ് അമ്മയ്ക്കൊക്കെ മേലോട്ട് കയറി കിടക്കാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഫയും നമുക്ക് ആവശ്യമായിരുന്നു, അതുപോലെ തന്നെ ഒരു കട്ടിലും ആവശ്യമായിരുന്നു. പക്ഷെ നമുക്ക് 2 റൂമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സോഫ കം ബെഡ് എടുത്തു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഇതുപോലെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവർക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതേസമയം നമുക്ക് മാത്രം ഉള്ളപ്പോഴത്തേക്കും ഇതുപോലെ സോഫയായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് നൈറ്റ് ഇവിടെ ഇരുന്ന് സിനിമയൊക്കെ കാണുന്ന സമയമാണെങ്കിലും നമുക്ക് ഇവിടെ ഇരുന്ന് സിനിമ കണ്ടിട്ട് ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങുകയും ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നത് 29,000 ആണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇതിൻ്റെ പില്ലോ ഉണ്ടല്ലോ അത് ഭയങ്കര വലുതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അതൊരു ബുദ്ധിമുട്ടാണ് അത് വെച്ച് കിടക്കുന്നതിന്. ചിലപ്പോൾ ഈ ഒരു മോഡൽ ഇങ്ങനെ ആയിരിക്കാം, പക്ഷേ ഞാനതിൽ ഈ പില്ലോ എല്ലാം എടുത്ത് മാറ്റിയിട്ട് ചെറിയ പില്ലോസാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മുടെ വീട്ടിൽ ഈ സോഫയും വന്നേക്കുന്നത്, ഡൈനിങ് ടേബിളും വന്നേക്കുന്നത്. ഇതൊന്നും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ വർഷം നമുക്കിതൊക്കെ മേടിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഭയങ്കര ആഗ്രഹമായിരുന്നു മേടിക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും മേടിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കളർ ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും, എങ്ങനെയുണ്ട് സെലക്ഷൻ എന്നൊക്കെ. പിന്നെ ഞാൻ വുഡ് ടെക്സ്ചറിലുള്ള ഫർണിച്ചേഴ്സിലോട്ട് മാറണമെന്ന് കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ വീട് വെച്ച സമയത്ത് മേടിച്ചിട്ടുള്ള ഫർണിച്ചറുകളാണ് മുന്നേ കിടന്നത്. പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഒരു വല്യമ്മ നാട്ടിലോട്ട് സെറ്റിലായ സമയത്ത് അവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഐറ്റംസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഷെൽഫും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്തു. അപ്പോൾ അതൊക്കെ കാലാവധി കഴിയാറായി തുടങ്ങിയപ്പോഴത്തേക്കാണ് നമുക്ക് മാറ്റണം എന്നുള്ളൊരു ഇത് തോന്നി തുടങ്ങിയത്. അങ്ങനെ മാക്സിമം യൂസ് ചെയ്ത് പിന്നെ നമുക്കത് പറ്റാതെ വന്നപ്പോഴത്തേക്കുമാണ് ഇതൊക്കെ മേടിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഡൈനിങ് ടേബിൾ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ നമ്മുടെ സോഫയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി. നമ്മൾ ഡൈനിങ് ടേബിൾ മാക്സിമം ഒതുക്കി ഇടാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ എന്നാലും ആ ഒരു സ്പേസിൽ നിൽക്കുന്നില്ല കേട്ടോ. പിന്നെ നേരത്തെ കിടന്ന പോലെ തന്നെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ വീടിൻ്റെ ലുക്ക് തന്നെ ആകെ മാറിയല്ലേ. പിന്നെ നമ്മുടെ ഈ ഒരു ടൈൽസ് കണ്ടോ, ഈ ടൈൽസിനകത്ത് ഒരുപാട് ബ്ലോക്സ്
ഇങ്ങനെ വുഡ് ടെക്സ്ചറിൽ വരുന്നത് കൊണ്ട് വുഡിൽ തന്നെയുള്ള ഫർണിച്ചേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ കുറേ പേര് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ ആയിട്ട് കുറേ കമൻസ് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേരാണ്. അപ്പോൾ അവരുടെ കമൻസ് ഞാൻ കുറച്ച് പേരുടേത് വായിക്കാം, കാരണം വീഡിയോയുടെ ലെങ്ത് പെട്ടെന്ന് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ശ്രീ ആദി എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, ബോട്ടോക്സ് ചെയ്തതിൻ്റെ അപ്ഡേഷൻ പറയാമോ, ഹെയർ കളർ എത്ര നാൾ സ്റ്റേ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹെയർ കളർ ഞങ്ങളോട് പറഞ്ഞേക്കുന്നത് 6 മാസമാണ് അവർ പറഞ്ഞേക്കുന്നത്. പിന്നെ ബോട്ടോക്സിൻ്റെ അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് 1 മന്ത് കഴിഞ്ഞിട്ടുള്ളൊരു അപ്ഡേഷൻ ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും. അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ ബോട്ടോക്സ് ചെയ്തതിന് ശേഷം എനിക്ക് ഇതുവരെയും ഒരു പ്രശ്നവും ഉണ്ടായിട്ടൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ഹെയർ ഇരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആഫ്റ്റർ കെയറിലാണ് മെയിൻ കാര്യം. ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ 6 മാസത്തേക്ക് എടുത്തിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ മാസത്തെ ഡിസംബർ മാസത്തേതാണ് കഴിഞ്ഞേക്കുന്നത്. ഇനി അടുത്ത് ജാനുവരി മാസത്തിൽ അവർ വിളിച്ചിട്ടില്ല. അത് വിളിക്കുമ്പോൾ നമ്മൾ പോവും. പിന്നെ എന്തായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നുണ്ട്. വിദ്യ എന്ന് പറഞ്ഞിട്ടൊരു സഹോദരി കമൻറ്റ് ഇട്ടിരുന്നു, യൂട്യൂബിൽ നിന്ന് മന്ത്ലി ഏണിങ്സ് കിട്ടാറുണ്ടോ, അതുപോലെ തന്നെ വീഡിയോസ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ട് ചോദിച്ചതാണ്, പറ്റുമെങ്കിൽ റിപ്ലൈ തരണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരേ ഒരു തവണയാണ് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടിയിരിക്കുന്നത് കേട്ടോ, മോണിറ്റൈസ് ആയതിനു ശേഷം. ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു. പിന്നെ മന്ത്ലി ഉള്ള ഏണിങ്സ് ഒന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, കാരണം അതിന് വേണ്ടിയിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊന്നും എനിക്കില്ലല്ലോ. അതും മാത്രമല്ല, ഞാൻ അങ്ങനെ ഡെയിലി വ്ളോഗ് ചെയ്യുന്ന ഒരാളും അല്ല. വീക്കിലി 3 days ആണ് നമ്മുടെ വ്ളോഗ് വരുന്നത്. പിന്നെ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി, ചാനലുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും വീഡിയോസ് ചെയ്യാൻ ഒന്നും മടിക്കേണ്ട കാര്യമില്ല. നമ്മൾ തന്നെ നമ്മളെ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് വീഡിയോസ് ഇട്ട് പോയാലേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും റീസ്റ്റാർട്ട് ചെയ്തോളൂ. പിന്നെ അടുത്ത് സുഹാന കെ എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരി കമൻറ്റ് ചെയ്തിരുന്നു, ആദ്യയുടെ വീഡിയോസ് എല്ലാം ഒരുപാട് ഇഷ്ടമാണ്, വല്ലാത്തൊരു മോട്ടിവേഷനാണ് വീഡിയോസ് കാണുമ്പോഴെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷം. പിന്നെ അതുപോലെ തന്നെ പ്രവീണ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഹായ് ചേച്ചിക്കുട്ടി, ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും വീഡിയോ ഇടണേന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. എന്തായാലും എല്ലാ ദിവസവും എനിക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല എന്ന് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്, കാരണം വീട്ടിലെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ മോളുടെ കാര്യങ്ങൾ, ലോങ് വീഡിയോ ഞാൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ വീക്കിലി 3 days ആകുമ്പോൾ എനിക്ക് കംഫർട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആദ്യമൊന്നും വീഡിയോസ് കാണാൻ താല്പര്യം ഇല്ലായിരുന്നു, ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ വീഡിയോസ് കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണെന്നും അതുപോലെ എന്തെങ്കിലും നെഗറ്റീവായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതൊക്കെ പോസിറ്റീവായി കാണാൻ പറ്റുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചേച്ചിയുടെ വീഡിയോസ് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ ഈ കമൻസ് ഒക്കെ വന്ന സമയത്ത് ഞാൻ എൻ്റെ ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ നമ്മൾ ട്രാവൽ വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഇടയിൽ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയത്. അപ്പോൾ ഞാൻ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, റിക്വസ്റ്റഡ് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും വരുന്ന വ്ളോഗിൽ ഞാൻ ഉറപ്പായിട്ട് ഉൾപ്പെടുത്തും. പിന്നെ ഈ കുട്ടി തന്നെ പറഞ്ഞേക്കുന്നൊരു കാര്യം, ഒരു വീക്കിലി മീൽ പ്ലാൻ വീഡിയോ ചെയ്യാമോ, അതുപോലെ തന്നെ 1 മന്തിലേക്കുള്ള ഗ്രോസറി പർച്ചേസിനെ കുറിച്ചും മണി എങ്ങനെ സേവ് ചെയ്യാം എന്നൊക്കെ വീഡിയോ ചെയ്യാമോ, പിന്നെ ഫ്രിഡ്ജ് ടൂർ, വാർഡ്രോബ് ഓർഗനൈസേഷൻ വീഡിയോ, ഇത്രയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോസൊക്കെ വരുന്ന വ്ളോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ ഓൾറെഡി ഇതേ ടോപ്പിക്കിനെ കുറിച്ച് തന്നെ ഒത്തിരി വീഡിയോസ് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഈ വർഷവും റിക്വസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഉറപ്പായിട്ടും ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ പഴയ വീഡിയോസും കൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളാം കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഹോം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസാണ് അതൊക്കെ. അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ വരുന്നത് അത്തരം വീഡിയോസ് ആയിരിക്കും. പിന്നെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വ്ളോഗ് എടുക്കുന്നതിൻ്റെ കാരണം ഞാൻ വ്ളോഗ് ചെയ്യേണ്ടതെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. കാരണം ഇതുപോലുള്ള സ്ഥലങ്ങൾ ചിലപ്പോൾ കാണാൻ പറ്റാത്ത ആളുകളുണ്ടായിരിക്കാം, ചിലപ്പോൾ പോകാൻ ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും, എങ്ങനെ പോകണം, എങ്ങനെ ട്രാവൽ ചെയ്യണം എന്ന് പോലും അറിയാത്ത ആളുകളുണ്ടായിരിക്കും. കാരണം ഞാൻ ആ ഒരു കാറ്റഗറിയിലുള്ള ഒരാളായിരുന്നു. അപ്പം നമ്മളിപ്പോഴും ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഏതെങ്കിലുമൊക്കെ വ്ളോഗൊക്കെ എടുത്ത് നോക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ ചാനലിൽ ആർക്കെങ്കിലും അങ്ങനെ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോകട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ പോകാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെന്നറിയാം. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിരുന്നതാണ്, ഒരു സഹോദരി കമൻറ്റ് ഇട്ടിരുന്നു, വീടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ കഴിയുന്ന എന്നെപ്പോലുള്ളവർക്ക് ഇത്തരം ട്രാവൽ വ്ളോഗുകൾ ഒരുപാട് ആശ്വാസമാണെന്ന് പറഞ്ഞിട്ട് ശരിക്കും വായിച്ചപ്പോൾ നല്ല സങ്കടം തോന്നി. അപ്പോൾ ഇതുപോലെ വീടിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ പറ്റാതെ വീട്ടിനുള്ളിൽ മാത്രം കഴിയുന്ന വീട്ടമ്മമാരും കാണുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ കണ്ടെങ്കിലും ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ മാത്രമല്ല, കല്യാണത്തിന് മുമ്പ് ഒരു സ്ഥലത്തും പോവാത്ത ഒരാളായിരുന്നു ഞാൻ. എൻ്റെ അച്ഛൻ അങ്ങനെ ഒരിടത്തും കൊണ്ടുപോയിട്ടില്ല. ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. ഞാനും എൻ്റെ വീടും എന്നുള്ള രീതിയിലാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനോ കല്യാണമൊക്കെ വരുമ്പോൾ അച്ഛനും അമ്മയാണ് കൂടുതലും പോകാറുള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ കൊച്ചിലെ തൊട്ടേ ആഗ്രഹിച്ചിരുന്നു എനിക്ക് ഒരുപാട് യാത്ര പോകണം, ഒരുപാട് സ്ഥലങ്ങൾ കാണണം, ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഉള്ളിലെപ്പോഴോ ഒത്തിരി ആഗ്രഹിച്ചത് കൊണ്ടാവണം കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട്. ഹസ്ബൻഡിനോടൊപ്പം ചേർന്നതിന് ശേഷമാണ് അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായത്. പിന്നെ മാത്രമല്ല ആമി ജനിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ യാത്രകൾ തുടങ്ങിയത് കേട്ടോ. ആമിക്ക് ഒരു 3 വയസ്സിന് ശേഷം, കാരണം ചെറുതായിരുന്നപ്പോഴൊന്നും ഒരിടത്തും പോയിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിപ്പാണ്. ഇവിടെ ചെന്നൈയിൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമെങ്കിലും ലോങ് ട്രാവലും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ റീസെൻ്റ് ആയിട്ട് ഒരു 2-3 വർഷം മുന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഷെയർ ചെയ്യുന്നതിൻ്റെ കാരണം നമ്മുടെ ഈ ചാനൽ ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നും ഇത്രയും നാൾ ഇങ്ങനത്തെ വീഡിയോസ് ഹോം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ട് പെട്ടെന്ന് ട്രാവൽ വ്ലോഗ് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കും അത് കാണാൻ താല്പര്യം ഉണ്ടാവത്തില്ല. അങ്ങനെ കാണാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്നാലും ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരും ഉണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് ട്രാവൽ വ്ലോഗൊക്കെ ഇടണം, ഞങ്ങൾക്കും കൂടി സ്ഥലങ്ങൾ കാണിച്ചു തരണമെന്നൊക്കെ. ഇത്രയും നാൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ഈ വീഡിയോസൊക്കെ കാണുകയും നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വെനസ്ഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.